ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PWDയിലേക്ക് ഒരു AEയുടെ വേക്കൻസി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രത്യേകിച്ച് ഏതാണ്? ഇലക്ട്രോണിക് വിങ്ങിലേക്കാണ്. അപ്പം പൊതുവെ ധാരണയില്ലാത്തവർക്ക്, അതായത് PWDയെ പറ്റി ധാരണയില്ലാത്തവർ ഉണ്ടാവും ധാരാളമായിട്ട്. അവർ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് കൃത്യമായിട്ടൊരു ബോധം ഉണ്ടാവില്ല എന്താണ് ഈ PWDയിൽ എന്തിനാണ് ഇങ്ങനെ ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്ന വിങ്ങുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത് ഇനി പരീക്ഷ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ, ഇതിനകത്ത് കയറി AE ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ചെറിയ ചിന്തകൾ വലിയ ഒരു ഭാഗത്തിനുണ്ട്. നമുക്ക് ഈ അടുത്തിടെയായിട്ട് വന്ന ചില സംശയങ്ങൾ, ചോദ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഇൻഫറൻസ് ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് AE PWDയിൽ? നമുക്ക് പൊതുവെ അറിയാവുന്ന AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കുകൾക്കൊക്കെ വരുന്ന എന്താ പറയുന്നത്, ഈ റോഡ് പണിയുമായിട്ടും ബിൽഡിങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന AEമാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു വിങ്ങിലേക്ക് AEമാരെ വേണോ എന്നാണ് നമുക്കൊരു സംശയം. ശരിക്കും PWD എന്ന് പറയുന്ന ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിൽ. ഇതിൽ ധാരാളം വിങ്ങുകളുണ്ട്. അതിൽ റോഡ് ഒരു വിങ്ങാണ്, മറ്റേത് ബിൽഡിങ്ങുകൾ ഒരു വിങ്ങാണ്, ബ്രിഡ്ജസ് മറ്റൊരു വിങ്ങാണ്, ഇനിയും ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു വിങ് സെപ്പറേറ്റ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഇലക്ട്രോണിക്സ്, ഇതിനകത്ത് തന്നെ NHന്റെ സെപ്പറേറ്റ് വിങ്ങുകളുണ്ട്. അങ്ങനെ വളരെ വൈഡായിട്ടുള്ള ഏരിയാസ് ഉള്ളൊരു മേഖലയാണ് ഈ പറയുന്ന PWD. അതിൽ തന്നെ ഇലക്ട്രോണിക്സിന്റെ മേഖലയിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന AEമാർക്കും മറ്റേ AEമാർക്കുള്ള അതേ സ്ഥാനക്കയറ്റവും അതേപോലെയുള്ള സ്റ്റാറ്റസ് തന്നെയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അവരുടെ സ്കെയിൽ ഓഫ് പേ ഒക്കെ സെയിം തന്നെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ കരിയർ ഗ്രോത്ത് ആണ്. പൊതുവേ നമ്മൾ ഈ PWD ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ PWDയിലെ ഓരോരോ എഞ്ചിനീയർമാരെയും നമുക്കറിയാം. പക്ഷേ ഈ തസ്തികയിലേക്കൊക്കെ ഇവരും എത്തുമോ എന്നൊരു സംശയം പലർക്കുമുണ്ട്. അപ്പോൾ അതിനൊരു കൃത്യമായ ഒരു മറുപടിയാണ് നമ്മളിതിലൂടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ജോബ് റോളാണ്. എന്താണ് ജോബ് റോള്, മറ്റൊന്ന് പ്രൊമോഷൻ സ്കോപ്പ് എന്താണ്, സാലറി എന്താണ്. നമ്മുടെ അസംഷൻസ് ഒന്നുമല്ല, ഈ മാനുവലിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഇറങ്ങിയിരിക്കുന്ന മാനുവലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ഈ പരീക്ഷ ഇനി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ തന്നെ ആദ്യം നമുക്ക് നോക്കി തുടങ്ങാം. ആദ്യമായിട്ട് കേരള PWD എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിൽ ഇതിൽ ഈ കൊടുത്തിരിക്കുന്നത് ടോപ്പ് ടു ബോട്ടമാണ്. അതായത് ഉയർന്ന ഉദ്യോഗസ്ഥർ മുതൽ താഴോട്ടാണ്. അതായത് ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു വലിയൊരു വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പ് ആയതുകൊണ്ട് തന്നെ വകുപ്പിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരാണ്? മിനിസ്റ്ററാണ്. മിനിസ്റ്റർക്ക് താഴെ ഒരു IAS ഓഫീസർ ഉണ്ടാവും. IAS ഓഫീസർ സെക്രട്ടറിയാണ്. ഈ സെക്രട്ടറിക്കൊപ്പം തന്നെ നിൽക്കുന്ന 2 തസ്തികകൾ കൂടിയുണ്ട്. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ബേസിക്കലി സെക്രട്ടറി ഉണ്ടാവും, പ്രിൻസിപ്പൽ സെക്രട്ടറി, അങ്ങനെ പല തസ്തികകൾ. അതിന് താഴെ ചീഫ് എഞ്ചിനീയർമാരാണുള്ളത്. അതിൽ ഏറ്റവും ഉയർന്ന പദവിയാണ്. അതായത് ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം എത്താൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന തസ്തികയാണ് ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നിലധികം ചീഫ് എഞ്ചിനീയർമാർ ഉണ്ടാകാം. ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. വാട്ടർ അതോറിറ്റിക്കുണ്ട്, നമ്മുടെ PWDക്കുണ്ട്. PWD തന്നെ ഡിഫറെന്റ് സെക്ടറുകളിൽ ചീഫ് എഞ്ചിനീയർമാർ, ഒന്നിലധികം ചീഫ് എഞ്ചിനീയർമാരുണ്ട്. അത് പല റെസ്പോൺസിബിലിറ്റീസ് ഉള്ള എഞ്ചിനീയർമാരായിരിക്കും. വലിയ തസ്തികയാണ്, വലിയ ഉയർന്ന ശമ്പളം കിട്ടുന്ന ഒരു IAS ഓഫീസർക്ക് സമാനമായിട്ടുള്ള എല്ലാ പ്രിവിലേജും അനുഭവിച്ച് കഴിയുന്നവരാണ്. എന്ന് കരുതി ഓൾ ഇന്ത്യ സർവീസുകാരോ അവരുടെ എല്ലാ പ്രിവിലേജും ഒന്നും കിട്ടില്ല. അതായത് അവർക്കൊരു വലിയ എന്താ പറയുന്നത്, ഭയങ്കര സ്റ്റാറ്റസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർ നയിക്കുന്നത്. എന്നാൽ IAS ഓഫീസറിന്റെ താഴെയാണ് അവർ ജോലി ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി. അപ്പം അതിലേറ്റവും ഉയർന്ന തസ്തികയാണ് ചീഫ് എഞ്ചിനീയർ. അതിനുശേഷം ചീഫ് എഞ്ചിനീയർ അഡ്മിനിസ്ട്രേഷൻ ഡിസൈൻസ് എന്നൊക്കെ പറയുന്ന ഒരു തസ്തികയിലേക്ക് വരും. ഈ 2 ചീഫ് എഞ്ചിനീയർമാർ ഏറെക്കുറെ ഒരേ ഡെസിഗ്നേഷനിൽ തന്നെ വരുന്നതാണ്. അത് അഡ്മിനിസ്ട്രേഷൻ ഓറിയന്റഡ്, അതായത് ചീഫ് എഞ്ചിനീയറിന്റെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനാണ്. അങ്ങനെ ഓരോരോ സെക്ഷനിൽ പ്രത്യേകിച്ച് ചീഫ് എഞ്ചിനീയർമാർ ഉണ്ടാകാറുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി. ഇനിയും അടുത്തത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരാണ്. അത് ധാരാളമുണ്ട്. ഒരു 5-6 പേരൊക്കെ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവാം. ഓരോ വിങ്ങിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ആ ഒരു ഡെസിഗ്നേഷൻ അറിയാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. ഗവൺമെന്റ് പുതിയ ഏതെങ്കിലുമൊക്കെ സ്ട്രീംസ്, PWDക്ക് തന്നെ പുതിയ സ്ട്രീംസ് ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ, കിഫ്ബി പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു വിങ് പോലൊക്കെ ഒരു ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ വരുന്നൊരു മേഖലയാണ് ചീഫ് എഞ്ചിനീയറും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും ഒക്കെ. ഇനി സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് താഴെ വരുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു ജില്ലാ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ട് ഒരു ജില്ലയിലെ ഒരു തസ്തികയിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ. അതൊരു ജില്ലയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ നമുക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കാം. അതിന് താഴെ വരുന്നതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ.
ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹത്തിന് താഴെ വരുന്ന കുറച്ചും കൂടി ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഇനിയും മറ്റൊരു എഞ്ചിനീയർ ഉണ്ട്, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ഇത് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ ഡിവിഷണൽ ഓഫീസിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് വിളിക്കുന്ന പേരാണ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നുള്ളത്. അപ്പോൾ മനസ്സിലായി കാണും നിങ്ങളുടെ ഈ ഒരു തസ്തികയ്ക്ക്, അതായത് PWD എന്ന് പറയുന്ന ഒരു ഓവറോൾ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചറിൽ ഒരു എഞ്ചിനീയറായിട്ട് കയറുന്ന ആളെങ്ങനെ എത്തും, അല്ലെങ്കിൽ ഒരു ബിടെക്കുകാരൻ കയറുമ്പോൾ എങ്ങനെ എത്തും എന്നുള്ളതാണ്. ഇതിന് താഴെ ഓവർസിയറിന് തുല്യമായിട്ടുള്ള ഗ്രേഡിലെ കുറച്ച് തസ്തികകളുണ്ട്. അതായത് ഓവർസിയർ ടെക്നിക്കൽ മേഖലയിലാണ് ഞാൻ ഈ പറയുന്നത്. അതായത് സ്പെഷ്യലിസ്റ്റ് വിങ്ങിൽ വരുന്നതാണ്. അതിൽ ഓവർസിയർ എന്ന് പറയുന്നൊരു ഒരു ബേസിൽ ഓഫീസർ ഉണ്ടാവും. അതേ ഗ്രേഡിൽ തന്നെ വരുന്ന മറ്റ് പല പേരുകൾ ഇതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലൊക്കെ മറ്റ് ചില പേരുകൾ കൂടി അവർ പറയാറുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അതായത് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. ഞാൻ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ മുതൽ താഴോട്ടാണ് നമ്മൾ പറഞ്ഞു തന്നത്. നമ്മുടെ മാനുവലിൽ അങ്ങനെയാണ് അവർ കൊടുത്തേക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പൊതുവെ കേരള PWDയുടെ ഒരു പൊതുവായിട്ടുള്ളൊരു എഞ്ചിനീയർ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ചീഫ് എഞ്ചിനീയറൊക്കെ എല്ലാവരും ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതൊക്കെ വളരെ വിരളമായിട്ട് ആണ് ആവുന്നത്. അപ്പം എന്തായാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സൂപ്രണ്ടിങ് എഞ്ചിനീയർ വരെയൊക്കെ എത്താറുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും എന്നുള്ളതാണ്. ഒരു നല്ല പ്രായത്തിൽ കയറുന്ന ഒരാൾ എത്താറുണ്ടെന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി. അപ്പം ഇനി നമ്മൾ നമ്മുടെ കണ്ടന്റിലേക്ക് പോവുകയാണ്. പ്രധാനമായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഇലക്ട്രോണിക്സ്, അതായത് ഇലക്ട്രോണിക് എഞ്ചിനീയർ. പൊതുവെ കാര്യം കേൾക്കാത്ത ഒരു വിങ് ആണല്ലോ ഇലക്ട്രോണിക്സ്. ഇപ്പോൾ PSC നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് പലരും ഇതിനെപ്പറ്റി അറിയുന്നത് തന്നെ. ഇവർക്ക് എന്താണ് റോള് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മാനുവൽ തന്നെയാണ്, PWD മാനുവൽ തന്നെയാണ് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ PWD മാനുവലിൽ ഇവരുടെ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭകൾ, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, ഇവയിലൊക്കെ ധാരാളം ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയുണ്ട്. ഇലക്ട്രിക്കലിന്റെ വിങ് ഉണ്ട്. നമ്മളിത് ഇലക്ട്രോണിക്സ് മേഖലയാണ് പറയുന്നത്. ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഇലക്ട്രോണിക് കാര്യങ്ങളുടെ മുഴുവൻ, അതായത് അസംബ്ലിങ്, അതായത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഒപ്പം തന്നെ ടെൻഡർ വിളിക്കുന്നത്, പിന്നീട് ഇതിനകത്ത് തന്നെ ഇതിന് മെയിൻ്റനൻസ് ചെയ്യുന്നത്, ഇവയുടെ എല്ലാം കസ്റ്റോഡിയനും ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതൊക്കെ ഈ ഒരു വിങ്ങാണ്. അതായത് PWD ഇലക്ട്രോണിക് വിങ്ങാണ്. ഇനിയും ഏതെങ്കിലുമൊക്കെ VIPകൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു, അതായത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നതോ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നതോ ഒക്കെ ആയിട്ടുള്ള VIPകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നു. ഈ ഒരു കണ്ടക്ഷൻ നടക്കുമ്പോൾ, ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി നടക്കുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യേണ്ടതൊക്കെ ആരാണ്? ഈ ഒരു ഇലക്ട്രോണിക് വിങ് ആണ്. ഈ ഒരു PWD ഇലക്ട്രോണിക് വിങ് ആണ്. അതുപോലെ ഗവർണർ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇവരൊക്കെ വരുമ്പോഴും ഇത് തന്നെയാണ്. ഇനി രാജ്ഭവന്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വിങ്ങുകൾ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു വിങ്ങാണ്. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേരളത്തിലെ മുഴുവൻ, അതായത് പബ്ലിക് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ള അലൈഡ് ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ട്രോണിക് ആക്ടിവിറ്റീസിന്റെ മുഴുവൻ കസ്റ്റോഡിയനും അതിന്റെ മെയിൻ്റനൻസും ഇനി പുതിയ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെസ്പോൺസിബിലിറ്റീസും ചെയ്യേണ്ടത് ഈ ഒരു വിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണിത്. ഇത് നമ്മുടെ മാനുവലിൽ തന്നെ, അതായത് PWDയുടെ മാനുവലിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ കരിയർ ഗ്രോത്ത് ആണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇതിനകത്ത് ഇവരുടെ ഒരു പ്രൊമോഷൻ സ്ട്രക്ചർ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നു. നമ്മളിവിടെ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണ്? ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ഈ ഇലക്ട്രോണിക്സിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പരിമിതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ജില്ലകളിലൊക്കെ വളരെ ചുരുക്കം പോസ്റ്റുകൾ ചെയ്ത് ആൾക്കാരുള്ളൂ എന്നുള്ളൊരു വലിയ ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിന് വളർച്ച വളരെ കൂടുതലുമായിരിക്കും. ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടാണ് നമ്മൾ കയറുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രൊമോഷൻ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അതിനുശേഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഈ ഒരു ലെവൽ വരെ നിങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ മേഖലയിൽ നിൽക്കുന്നുള്ളൂ. അതിനുശേഷം നിങ്ങളെ PWDയുടെ തന്നെ മറ്റ് വിങ്ങുകളിലേക്ക്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ഡിസൈൻസ്, അങ്ങനെയൊക്കെയുള്ള വിങ്ങുകളിലേക്ക് അബ്സർവ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് ഇതിന് മുകളിലേക്കുള്ള തസ്തികകൾ, മുകളിലേക്കുള്ള എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ മാറുക. പലപ്പോഴും അഡ്മിനിസ്ട്രേഷൻ്റെയൊക്കെ വിങ്ങുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചെറിയ പ്രായത്തിൽ കയറുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെയൊക്കെ ആവാറുണ്ട്. ചീഫ് എഞ്ചിനീയറൊക്കെ വളരെ കുറവാണ്, എങ്കിലും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെയൊക്കെ ആവുന്നതായിട്ട്, മിനിമം സൂപ്രണ്ടിങ് എഞ്ചിനീയർ ആയിട്ട് വരെ റിട്ടയർ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് പൊതുവെ PWDയിൽ കാണുന്നൊരു സ്ട്രക്ചർ. അതായത് ഈ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെയാണ് നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വിങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പൊതുവെ മറ്റൊരു വിങ്ങിലേക്ക് മാറുകയാണ്.
ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അബ്സർവ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു സ്ട്രിങ്ങിന് മുകളിലേക്ക് ചീഫ് എഞ്ചിനീയർ അങ്ങനെയുള്ള തസ്തികകൾ കാണുന്നില്ല മാനുവലിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ അബ്സർവ് ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് റിയാലിറ്റിയാണ്. കാരണം ഇവയൊക്കെ വലിയ തസ്തികകളാണ്. വളരെ പെട്ടെന്ന് ഒരു പ്രൊമോഷൻ പറയുന്നത് ഒരു 8 വർഷത്തേക്ക് ഗ്യാപ്പുകളാണ് പലപ്പോഴും ഇതിനായിട്ട് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. ഏറെക്കുറെയാണ്, കൃത്യമൊന്നുമല്ല, ഏകദേശമാണ്. പിന്നെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസ് ഒക്കെ ഇതിന് ബാധകമാണ്. അപ്പം ഇത് വളരെ പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു മേഖല തന്നെയാണ്. സാലറി ബേസും ഒക്കെ അത്യാവശ്യം നല്ല ഒരു ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ PWDയിലാണ് എന്നുള്ളത് ഓൺ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ എന്നുള്ളത് മറ്റൊരു ഏറ്റവും വലിയൊരു ഘടകമാണ്. ഇനിയും ഇതിനെ നമ്മൾ സാലറിയാണ്. സാലറി ഞാൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ സാലറി 42,500 87,000 അതിൻ്റെ ഒരു സ്കെയിൽ വരുന്നത്. ഇനി ഇതിനകത്ത് തന്നെ ഡിയർനെസ് അലവൻസ് DA ഉണ്ടാവും, ഹൗസ് റെൻ്റ് അലവൻസ് ഉണ്ടാവും, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവും, PF ഉണ്ടാവും. ഇതെല്ലാം ഇതിന് ആഡഡായിട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്നൊരു വലിയ ഓൺ സാലറി പാക്കേജാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒട്ടും തന്നെ മോശമല്ലാത്ത അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന സ്റ്റാറ്റസ് ഉള്ളൊരു തസ്തിക തന്നെയാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് തന്നെ PWDയിൽ സ്റ്റാർട്ടിങ് 42,500 എന്ന് പറയുമ്പോൾ ഈ എല്ലാ അലവൻസും കൂടി ചേർത്ത് കട്ടിങ്ങും കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു 45-50 രൂപയ്ക്ക് അടുത്തുള്ള സാലറി കയറും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അത് തുടക്കത്തിലാണ്. ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ അത് വളരെയധികം ഉയർന്ന് ഏതാണ്ട് 60-70 രൂപയ്ക്കൊക്കെ അടുത്തെത്തും എന്നുള്ളതും മറ്റൊരു റിയാലിറ്റിയാണ്. അപ്പം നമുക്കിത് ഒട്ടും മോശമല്ലാത്തൊരു തസ്തിക തന്നെയാണ്. ഇനിയും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ മോശമല്ലാത്ത തസ്തികയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് എഫർട്ട് ഇടുക എന്നുള്ളതാണ്. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അനിവാര്യമാണ്. അറിയാമല്ലോ, നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ്. ധാരാളം എഞ്ചിനീയർമാർ ഇതിനു വേണ്ടി ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, ഒപ്പം ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ എഫർട്ട് ഇടും. നല്ല, അതായത് ക്രീമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അവർ അതിനു വേണ്ടിയുള്ള എഫർട്ട് ഇടും. അപ്പം ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏണസ്റ്റിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. കോഴ്സ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി വഴി തുടങ്ങാത്തവരോടാണ് പറയാനുള്ളത്. കോഴ്സ് വളരെ നന്നായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി തുടങ്ങി അയ്യോ ലേറ്റായി പോയി എന്നൊന്നും കരുതണ്ട. നമ്മൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങളെ കൂടെ എത്തിക്കാൻ വേണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ വെച്ച് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ഓൺ ടൈമിൽ ഇപ്പം നിലവിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ എവിടെ നിൽക്കുന്നു അവിടേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങളൊന്ന് എഫർട്ട് ഇടുക മാത്രം ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത അറിയാമല്ലോ, ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. മാത്രവുമല്ല നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് മെൻറ്റർസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് നിങ്ങൾക്ക് 24 മണിക്കൂറും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു വാട്സാപ്പിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ എന്ത് ഡൗട്ട്സും അതുവഴി ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ റെഗുലറായിട്ട് നടക്കുന്ന എക്സാം നമ്മുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതായത് ടെസ്റ്റ് സീരീസിൻ്റെ ഒരു കോംബോ തന്നെ മൊഡ്യൂളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ കോംബോ എക്സാമുകളുണ്ടാവും, പിന്നെ ടെസ്റ്റ് സീരീസുകളുണ്ടാവും. ഇങ്ങനെ പല തരത്തിലുള്ള എക്സാം നടക്കുന്നൊരു എക്സാം ഫീച്ചേഴ്സാണ്. അങ്ങനെ നിരവധി എക്സാം ഫീച്ചേഴ്സോടുകൂടിയാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക. കാരണം ഏത് നിമിഷം ഈ പരീക്ഷ ഉണ്ടാകുമെന്ന് കരുതി തന്നെ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. PSC ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിനുവേണ്ടി ഒന്നും അടുപ്പിക്കേണ്ട. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു അപ് ടു ലെവൽ, നാളെ എക്സാം നടന്നാൽ ക്രാക്ക് ചെയ്യത്തക്ക രീതിയിലേക്ക് നിങ്ങൾ തയ്യാറെടുത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. നമ്മുടെ കോഴ്സ് നിങ്ങളുടെ എക്സാം വരെയാണ് നമ്മൾ നൽകുന്നത്. അല്ലാതെ മാസത്തിൻ്റെ കാലാവധി ഒന്നും പറഞ്ഞിട്ടല്ല കോഴ്സ് നൽകുന്നത്. നിങ്ങൾക്ക് എന്നാണോ ഈ എക്സാം അതുവരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഇതിനെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കോഴ്സിനെ പറ്റും വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.